8 മാസം മാത്രം പ്രായമായ കുഞ്ഞ് തൊണ്ടയിൽ കുപ്പിയുടെ അടപ്പ് കുടുങ്ങി മരണപ്പെട്ടുവെന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് നിന്ന് പുറത്തുവന്നത്. എന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ദുരൂഹതകൾ ഏറുകയാണ്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് കോഴിക്കോട് പൊക്കുന്ന നിസാറിന്റെ മകൻ മുഹമ്മദ് ഇബാദിനെ കോട്ടപ്പറമ്പ് ആശുപത്രിയിലേക്ക് തൊണ്ടയിൽ അടപ്പ് കുടുങ്ങിയ നിലയിൽ എത്തിക്കുന്നത്. കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ മരണപ്പെട്ടിരുന്നുവെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന സൂചന. നിസാറിന്റെ ഭാര്യ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം നടക്കുന്നത്. ഭാര്യ വീട്ടുകാർ തന്നെയായിരുന്നു കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതും. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുഞ്ഞിന്റെ പിതാവായ നിസാർ തന്നെയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. 2023 നിസാറിന്റെ 14 ദിവസം മാത്രം പ്രായമായ കുഞ്ഞ് മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി മരണപ്പെട്ടിരുന്നു. രണ്ടാമത്തെ കുഞ്ഞും ഇത്തരത്തിൽ മരണപ്പെട്ടതോടെയാണ് നിസാറും കുടുംബവും ദുരൂഹത ആരോപിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. 2 കുട്ടികളുടെയും മരണം സംഭവിച്ചിരിക്കുന്നത് നിസാറിന്റെ ഭാര്യ വീട്ടിൽ വെച്ചായിരുന്നു എന്നതാണ് പിതാവിലും കുടുംബത്തിലും സംശയങ്ങൾ ഉയർത്താൻ കാരണമായത്. തീർത്തും അസ്വാഭാവികത നിറഞ്ഞ സാഹചര്യമായതിനാലാണ് ഭാര്യ വീട്ടുകാർക്കെതിരെ നിസാർ പോലീസിൽ പരാതി നൽകിയത്. പോലീസിൽ പരാതി നൽകാൻ മറ്റു ചില കാരണങ്ങളും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അതായത് ഇപ്പോൾ മരണപ്പെട്ട 8 മാസം പ്രായമായ കുഞ്ഞ് മുൻപ് ഓട്ടോറിക്ഷയിൽ നിന്നും തെറിച്ചു വീണ് അപകടത്തിൽപ്പെട്ടിരുന്നു. 2 ആഴ്ചകൾക്ക് മുൻപാണ് ഇത് സംഭവിക്കുന്നത്. എന്നാൽ അന്ന് കുഞ്ഞ് വലിയ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. അപകടം നടന്ന സമയത്ത് പെട്ടെന്ന് കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കാൻ ഭാര്യ വീട്ടുകാർ തയ്യാറായിരുന്നില്ല എന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. ആദ്യ കുഞ്ഞിന്റെ മരണവും സമാന അവസ്ഥയിൽ ഭാര്യ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു. ഇത്തരത്തിലുള്ള നിരവധി അസ്വാഭാവികതകൾ തോന്നിയതിനെ തുടർന്നാണ് പിതാവ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം. ടൗൺ പോലീസ് സ്റ്റേഷനിലാണ് നിസാറും കുടുംബവും പരാതി നൽകിയിരിക്കുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ കുഞ്ഞിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നാൽ മാത്രമേ സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കേട്ടിടത്തോളം അസ്വാഭാവികതകൾ ഏറെ നിറഞ്ഞ ഒരു സംഭവം തന്നെയാണിത്. പോലീസിന്റെ കൃത്യമായ അന്വേഷണത്തിലൂടെ കേസിന്റെ ദുരൂഹതകൾ നീക്കാൻ സാധിക്കട്ടെ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.